Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രോസന്റിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചോക്ലേറ്റ് ക്രോസന്റ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവൻ ഇല്ലാത്ത റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ക്രോസന്റ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ക്രോസന്റ് ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേപോലെ തന്നെയാണുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊക്കെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. മിസ്സാവാതെ തന്നെ കാണാനും പറ്റും. അപ്പോൾ ചോക്ലേറ്റ് ക്രോസന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാനാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. പാലിന്റെ ചൂട് കൂടി പോകരുത്. ചെറിയ ചൂടുള്ള പാല് മാത്രമേ എടുക്കാവൂ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇത് ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് മാത്രം മൈദ ആദ്യം മിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മൈദ ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ മുട്ടയും ബട്ടറും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലോ മീഡിയം സ്പീഡിലിട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കണം. നമ്മൾ ഈ ബീറ്ററിൻ്റെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മൈദ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീറ്ററും കേടായി പോവും. ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് മാത്രം മൈദ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഒരുപാട് കുഴക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഇനി കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ക്രോസന്റ് തയ്യാറാക്കാനായിട്ട് ഒരു 2.25 കപ്പ് മൈദയും പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്ന് കുഴച്ചൊക്കെ എടുക്കുമ്പോഴും അതുപോലെ ഇതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടും ഒരു 1/4 കപ്പ് മൈദ, മൊത്തത്തിൽ 3 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതേപോലെ കുറേശ്ശെയായിട്ട് മൈദ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ആ ബ്ലേഡ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ മൈദ ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വേണ്ടത്. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിയുടെ അത്ര അങ്ങ് കട്ടിയായി പോകരുത്. കുറച്ച് ലൂസായിട്ടുള്ളൊരു കയ്യിലൊട്ടുന്ന തരത്തിലുള്ളൊരു മാവായിരിക്കണം. ഇത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ കയ്യിലൊട്ടാതെ തന്നെ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിനി ഒരു ബൗളിലേക്ക് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഉയർന്ന് ഡബിൾ സൈസിലായി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 30 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം ബട്ടർ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പരത്തിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ബട്ടറൊക്കെ ഇത്രത്തോളം ചേർത്തെങ്കിൽ മാത്രമേ ഒരു നല്ല ടേസ്റ്റിൽ നമുക്ക് ക്രോസന്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ. ഇതിനെ ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നന്നായിട്ടൊന്ന് കട്ടിയായി കിട്ടിയാൽ മതി. ഇപ്പോൾ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ
നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ഒരു കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ചോക്ലേറ്റിൻ്റെ ഒരു പുറമേ ഉള്ള ചോക്ലേറ്റ് ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരു 1/4 ഭാഗത്തോളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഓവൻ ഇല്ലാതെയാണ് ക്രോസൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ രീതിയിലല്ല, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നേരത്തെ ഫ്രീസറിൽ വെച്ച ആ ഒരു ബട്ടർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ആ ബട്ടർ പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 2 മണിക്കൂർ വെക്കണം. ഫ്രീസറിലാണെങ്കിൽ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത് ആ പുറമേ ഉള്ള മാവൊന്ന് തിക്കായിട്ട് ഒന്ന് നമുക്ക് കയ്യിലൊട്ടാതെ പരത്തിയെടുക്കാൻ പാകത്തിന് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലാണ് വയ്ക്കുന്നത്. ഇനി ചോക്ലേറ്റിൻ്റെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഒരു പേസ്റ്റ് പോലെ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ടാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ തന്നെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മാവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതേപോലെ കൈകൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇത് എല്ലായിടവും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇനി ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ ചുറ്റിയിട്ട് ഫ്രീസറിൽ തന്നെ വെക്കുന്നുണ്ട്. ഫ്രീസറിൽ വെക്കുന്നത് ഒന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടെടുക്കാം. ഇപ്പോൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിരുന്ന ആ ഒരു മാവ് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ അല്ലാതെ റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കത് പരത്തിയെടുക്കാൻ പറ്റില്ല. മൈദപ്പൊടി ഒന്ന് കുറച്ചൊന്ന് വിതറിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള ബട്ടറൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ആദ്യം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. ബട്ടർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നത് നമ്മൾ പരത്തുമ്പോൾ ബട്ടർ മെൽറ്റായിട്ട് പുറത്തേക്ക് വരാതിരിക്കാനാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് സൈഡിൽ നിന്ന് 2 സൈഡിലേക്കും ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കുന്നുണ്ട്. ഡബിളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 8 ലെയറൊക്കെ നമുക്ക് ആ ക്രോസൻറ്റിന് 8 ലെയർ വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഒന്ന് പരത്തിയിട്ട് വീണ്ടും ചെയ്യുമ്പോൾ ഒന്നുകൂടെ അത്രയും ലെയർ ഇരട്ടിയായിട്ട് ലെയർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരത്തുമ്പോൾ ബട്ടർ പുറത്തേക്ക് വരുന്നെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ കുറച്ച് നേരോടെ വെച്ചിട്ട് ഒന്നുകൂടെ ഇതേപോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 തവണ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കട്ടിയായി കഴിയുമ്പോൾ എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്.
പുറമേ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മെൽറ്റായി ഒന്നും വരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇനി ചോക്ലേറ്റ് ലെയറും അതേപോലെ തന്നെ പരത്തിയെടുക്കാം. ആ ഒരളവിൽ പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് വീണ്ടും ഒന്നിച്ച് പരത്തിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ചിട്ട് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടൊന്ന് ഇതുപോലെ കൈകൊണ്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കെയിൽ പോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്രോസാൻ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കനം കുറച്ചിട്ടാണ് വേണ്ടതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഡ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം കട്ട് ചെയ്തിട്ട് ആ തുടങ്ങുന്ന ഭാഗത്ത് ചോക്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, ലെയറുകളൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഉടനെ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. എൻ്റെ ഓവനിൽ ഈ ഒരു ക്രോസൻ്റ് ഒരു 18 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓരോ ഓവൻ അനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ആ താഴ്ഭാഗത്ത് ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരേ അളവിൽ ചോക്ലേറ്റും ക്രീമും മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മളിത് ക്രോസൻ്റ് മടക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ പീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.